ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ. പടച്ചോനെ ആയുസ്സും ആഫിയത്തും തരട്ടെ. രോഗം തന്ന് പരീക്ഷിക്കാതിരിക്കട്ടെ. അപ്പോൾ ഒന്ന് വ്യാഴാഴ്ചയാണ്, ഞാൻ ജോലിക്ക് പോയിട്ടില്ല. ഒട്ടും വയ്യ, സുഖമില്ല. എന്താണെന്നറിയില്ല, ഇന്നലെ രാത്രി ഭയങ്കര വയറിൻ്റെ ഉള്ളിൽ മൊത്തം വേദനയായിരുന്നു കേട്ടോ. ഉറങ്ങിയിട്ടേ ഇല്ല. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു വേദനൻ്റെ ഒരു ഗുളിക, അത് കുടിച്ചിട്ട് ഇങ്ങനെ ഒരു 6 മണിയായിനൊന്ന് കണ്ണടക്കോളൂ, അതുവരെ വേദനയായിരുന്നു കേട്ടോ. ഇപ്പൊ വേദന എന്ന് പറഞ്ഞാല് ഭയങ്കര വേദന, മൊത്തത്തില് വയറ് ഉള്ളു വേദന. നാട്ടിൽ നിന്ന് പറഞ്ഞ ഷാളാണ്, പക്ഷെ ഇത് ഒന്ന് അലക്കിയിടണം. അതാണ് ഇതിങ്ങനെ ഇങ്ങനെ ബലം പോലെ നിൽക്കുന്നത്. പിന്നെന്തൊക്കെയാ, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ വെള്ളം ഇപ്പം തണുപ്പായില്ല, ഇവിടെ വെള്ളത്തിൻ്റെ കുറവാ തോന്നുന്നുണ്ട്. പൊതുവെ എനിക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ അപ്പോൾ അതാണോ എന്നറിയില്ല. ഇന്നലെ കുറേ എന്നിട്ട് കടയിൽ നിന്ന് ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് 7up കൊണ്ടുവരിച്ച് അത് കുടിച്ച്. പിന്നെ ജീരകവെള്ളം അതാ ഇപ്പം രാവിലെ അതാ കുടിച്ചിന്. ജീരകവെള്ളം, ചെറിയ ജീരകം നല്ല വറുത്തിട്ട് തിളപ്പിച്ചിട്ട് അത് കുടിച്ച്. പിന്നെ ഒരു ലോഡ് വെള്ളം കുടിച്ചു നോക്കി, എന്നിട്ടൊന്നും വേദന കുറവില്ല. കെടുക്കാനും വയ്യ, അങ്ങോട്ട് തിരിയല് ഇങ്ങോട്ട് തിരിയല്, കെടുക്കാനും വയ്യ. നമ്മൾ ഉറങ്ങിയപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിക്കുക. ഇത് കെടുക്കുമ്പോൾ എണീക്കാൻ തോന്നും, എണീക്കുമ്പോൾ വിചാരിക്കും നടക്കണം, കെടുക്കണം. അങ്ങനെ ഭയങ്കര ഇടങ്ങറായി. പിന്നെ ഓരോന്ന് ചൊല്ലി പറഞ്ഞ് ഊതി. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്, അന്ന് ഞാൻ പറഞ്ഞതിന് ശരീരവേദന ഉണ്ടെന്ന്. അങ്ങനെ ശരീരവേദനയ്ക്ക് ഒരു ഗുളിക വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട്. അപ്പം അത് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ അപ്പോത്തിന് സമയം ഒരു 5:45 ഇനി ഇവിടെ. പിന്നെ ഞാൻ വിചാരിച്ചു അതൊന്ന് കുടിച്ചു നോക്കാന്ന്. അതങ്ങ് കുടിച്ച് ഒരു അരമണിക്കൂർ ഭയങ്കര വേദന. പിന്നെ ഞാൻ വിചാരിച്ച് നസീമിൽ പോകാന്ന്, 24 ആണല്ലോ. അപ്പം അത് അങ്ങനെ പോകാറുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങനെ അമർന്ന്, അത്രയും വേദന എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും തണുപ്പായാലും ഇനി വെള്ളത്തിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയില്ല, പഠിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. ഭയങ്കര വയറിൻ്റെ ഉള്ള വേദന എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ വിചാരിച്ചു പഠിച്ചവൻ്റെ അപ്പൻഡിഷൻ്റെ വേദനയാണോ ഒന്നും അറിയില്ല. ഇരുന്ന് കരഞ്ഞെന്ന് വല്ലാതെ. എങ്ങനെയെങ്കിലും നമുക്ക് അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെങ്കിൽ നേരം വെളുക്കാൻ എല്ലാം കിടന്നാൽ പെട്ടെന്ന് നേരം വെളുക്കും. നേരം വെളുക്കാൻ തേടിയാലും നേരം വെളുക്കൂല. നമ്മൾ ഈ ടാക്സിക്കാരനെല്ലാം ഇടങ്ങറാക്കുന്ന ബുദ്ധിമുട്ടല്ലേ ഈ രാത്രി. അങ്ങനെ ആ ഗുളിക കുടിച്ച് കുറേ അങ്ങനെ ആദ്യം ഒന്ന് കൂടി, പിന്നെ അത് കുറഞ്ഞ്. ഈ നേരം വരെ വേദന വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ജോലിക്ക് പോയിട്ടില്ല. അപ്പം എനിക്ക് രാവിലത്തെ ജോലി സ്ഥലത്ത് ഒരാളെ വിട്ടേ മതിയാവും. അങ്ങനെ വേറൊരു പെണ്ണുണ്ട്, ജോലി ഇല്ലാത്തൊരു പെണ്ണുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് അന്നും പോയിട്ടുണ്ടായിരുന്നു, നമുക്ക് വയ്യാത്തപ്പോൾ. അത് പറഞ്ഞ് ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് രാവിലെ 5:30 ജോലി സ്ഥലത്ത് വിട്ട് അവിടെ സെറ്റാക്കി കൊടുത്തു. വേറുള്ളടത്ത് ക്ലീനിങ് മാത്രം. ഇവിടെ മക്കളെല്ലാം സ്കൂളിൽ പോകുന്നതുകൊണ്ട് രാവിലെ അവിടെ ആളില്ലാതെ പറ്റൂല. രണ്ടാളും അവിടെ മക്കളും പോകും, ഒരു ഭാര്യയും ഭർത്താവും എല്ലാം ജോലിയുള്ളവർ. അപ്പോൾ അവിടെ ആളില്ലാതെ പറ്റേയില്ല. അവിടെ പണിയൊന്നുമില്ല. രാവിലത്തെ ഒരു നാസ്ത പരിപാടിയും ക്ലീനിങ്ങും ഉച്ചക്കത്തെ ഫുഡും മാത്രമേ ഉള്ളൂ. പക്ഷെ രാവിലെ നമ്മൾ ചെന്നേ മതിയാവും. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരവസ്ഥയാണ്. അപ്പം എല്ലാവരും ദുആ ചെയ്യുക. എന്ത് രോഗമാണെങ്കിലും പഠിച്ചോൻ മാറ്റി തരട്ടെ. ഇവിടെയാണെങ്കിൽ ഞാൻ ഹെൽത്ത് കാർഡ് പുതുക്കിയിട്ടില്ല. ഹെൽത്ത് കാർഡ് ഇപ്പോൾ 4 മാസം നാട്ടിൽ പോകുന്ന മുന്നേ തീർന്നതാണ്. അത് പുതുക്കണം എന്ന് പറഞ്ഞാൽ ആവൂല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇവിടുത്തെ അവസ്ഥ. ഒരു മാസം എണ്ണിപ്പെറുക്കി കണക്കൂട്ടൽ ആകുമ്പോഴത്തേന് ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു കയ്യിൽ ₹1 വെക്കാൻ ഉണ്ടാവില്ല. അങ്ങോട്ടാഴ്ച ഇവിടെ വാടക കൊടുത്ത് പിന്നെ സാധനങ്ങൾ വാങ്ങി എല്ലാം ആകുമ്പോഴത്തേന് കയ്യിലൊന്നും ഉണ്ടാവില്ല. എന്തായാലും അത് പുതുക്കണം. നമ്മളിങ്ങനെ ഒരസുഖം വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുന്നത്. അപ്പം ഹെൽത്ത് കാർഡൊന്ന് ഇൻഷാല്ലാ പുതുക്കി വെക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ജോലിക്കും പോയിട്ടില്ല. അപ്പം എല്ലാവരും ദുആ ചെയ്യുക, ഒന്നും ഇല്ലാതെക്കട്ടെ. എന്തായാലും എല്ലാവരും ഇനി വെള്ളത്തിൻ്റെ കുറവാണെങ്കിലും പഠിച്ചവനെ അത് നമ്മളെ ശ്രദ്ധ കുറവുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും തണുപ്പാണ് പറഞ്ഞിട്ട് വെള്ളം കുടിക്കാതിരിക്കുക. വെള്ളം നന്നായിട്ട് കുടിക്കുക.
വെള്ളത്തിന്റെ കുറവ് തന്നെ ആയിരിക്കും മൊത്തത്തിൽ. ഇപ്പൊ ഞാൻ ഓർക്കുമ്പോ വെള്ളം കുടിയേയില്ല. ആദ്യം ചൂടാകുമ്പോ നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കുമല്ലോ. ഇപ്പൊ പോകുന്നിടത്താണെങ്കിലും കിച്ചണില് ഭയങ്കര ചൂടാ. അപ്പോൾ അവിടുന്നാണെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളമെല്ലാം കുടിക്കും. ഇപ്പൊ ഞാൻ പിന്നെ വില്ലെല്ലാം ക്ലീൻ ആക്കാൻ പോകുന്നിടത്ത് ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ വെള്ളമൊന്നും ഞാൻ കൊണ്ടുപോകില്ല, മറന്നു പോകും. പിന്നെ റൂമിൽ വന്നാലും എല്ലാം കൂടി കുറവ് തന്നെയാണ് ഇപ്പൊ മൊത്തത്തിൽ. അതുകൊണ്ടാണോന്ന് അറിയില്ല. പിന്നെ ഇപ്പൊ കുറവില്ലെങ്കിൽ ഉച്ചൻ്റെ ശേഷം നസീമ് പോയിട്ട് ഡോക്ടറെ കാണിക്കണം. വേറെ കുഴപ്പമൊന്നുമില്ല. മൂത്രയിക്കുമ്പോ നമുക്ക് അങ്ങനത്തെ വേദന കടച്ചിൽ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂത്രത്തിൽ പഴുപ്പാന്ന് പറയാം. അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. പക്ഷെ വയറ് മൊത്തം വേദന എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ അങ്ങനത്തെ സഹിക്കാൻ വയ്യാത്ത വേദന. നമുക്ക് എന്നാലും വയറുവേദനയാണെങ്കിൽ സഹിക്കുന്നൊരു വേദന എല്ലാം ഉണ്ടാവുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ മൊത്തത്തില് വേദന, വയറിൻ്റെ ഉള്ളിൽ മൊത്തം അടിവയറ് മൊത്തം വേദന. അപ്പൊ ഇനി കുറവില്ലെങ്കിൽ ഉച്ചൻ്റെ ശേഷം ഇൻഷാ അല്ലാഹ് പോയിട്ട് കാണിക്കണം. ഇതെല്ലാം നമ്മളെ അവസ്ഥ. അപ്പൊ നമ്മക്ക് എപ്പോഴാണ് അധികം സങ്കടം വരിക? ഇങ്ങനെയുള്ള രോഗം വരുമ്പോഴാണ് നമുക്ക് സങ്കടം വരിക. എനിക്ക് ആ പനി കാര്യങ്ങൾ അങ്ങനെയൊന്നും വരുത്തില്ല കേട്ടോ. ഇടയ്ക്ക് എനിക്കിങ്ങനെ ശരീരം മൊത്തം വേദന വരും. അത് എനിക്ക് തോന്നുന്നത് നമ്മളെ വില്ല എന്ന് പറയുമ്പോൾ 3-4 റൂമെല്ലാം ഉണ്ടാവും. അപ്പോൾ ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ആയിരിക്കും, റെസ്റ്റ് ഇല്ലാത്ത. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കും. അത് ഞാൻ ഗുളിക വാങ്ങി കഴിക്കും. ശരീരവേദന, മസിൽ വേദന എന്ന് പറഞ്ഞാൽ ഓല് ഗുളിക തരും. അല്ലാതെ എനിക്ക് പനി കാര്യങ്ങൾ പക്ഷെ ഇങ്ങനത്തെ വരുന്ന ഒരാളല്ല. പിന്നെ പൊടി ഉണ്ടെങ്കിൽ പൊടി, പിന്നെ നമ്മളെ പൊടിയെല്ലാം ആയാലും എനിക്ക് അലർജിൻ്റെ ഉണ്ട്. അല്ലാതെ എനിക്ക് ഒന്നും വരുന്ന ഒരാളല്ല. പെട്ടെന്ന് രോഗം അസുഖങ്ങൾ പനി, കൊല്ലത്തിൽ പനി വരിക എല്ലാവർക്കും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. പക്ഷെ വരുമ്പോൾ ഇതാണ്, ഇത് സഹിക്കാൻ പറ്റാത്ത വേദന. എൻ്റെ പൊന്നെ, എല്ലാവരും എനിക്കും വേണ്ടി ദുആ ചെയ്യൊന്നും ഇല്ലാതെക്കട്ടെ. എന്താണ് വേദന വന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇപ്പൊ ഒന്നും വേദന ഇല്ല. ഗുളിക കുടിച്ചതിന് ശേഷം വേദന നിന്നിന്. ഇപ്പോൾ എണീറ്റ് ഞാൻ ഒരു 10 മണിക്ക് എണീറ്റ് പിന്നെയും ജീരക വെള്ളം ഇങ്ങനെ കുടിച്ച്. ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം വേറെ കുടിച്ചു. ഇപ്പം ജീരക വെള്ളം കുടിച്ച് അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എല്ലാവരും എന്താക്കുക, ദുആ ചെയ്യുക. അപ്പം നാട്ടിൽ നിന്ന് കൊടുത്തച്ച് മൈലാഞ്ചി എന്തില്ല നല്ല ചോന്നില്ലേ. ഇത് മൈദ മൈലാഞ്ചിയാണ് കേട്ടോ. ഇത് വേറെ നമുക്ക് നിസ്കാരത്തിലോ ഇതിലോ ഒന്നും ഒരു കുഴപ്പമില്ല, വേറെ ഒന്നുമില്ല. ഇത് വെറും നമ്മൾ ഷുഗറും പിന്നെ വെല്ലം അങ്ങനെയെല്ലാം ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഞാൻ ഇവിടെ ഉണ്ടാക്കലുണ്ട്, പക്ഷെ ടിന്ന് വേണം. നമ്മളെ പാൽപ്പൊടിൻ്റെ ടിന്നില്ലേ, പാൽപ്പൊടിൻ്റെ നമ്മൾ ഓട്സിൻ്റെ ടിന്ന് വേണം ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നാട്ടിൽ നിന്ന് പോലും കൊടുത്തു വിട്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. എനിക്കും വേണ്ടി ദുആ ചെയ്യുക. സുഖമില്ല. ഇപ്പോൾ ഇന്നത്തെ പണിയും പോയി, അതാണ് ടെൻഷൻ. ഞാൻ പണിക്ക് പോകാതിരിക്കുകയില്ല. എത്ര വയ്യെങ്കിലും ഞാൻ പോകും കേട്ടോ. എത്ര വയ്യെങ്കിലും ഞാൻ പോകും. എനിക്ക് രാവിലത്തെ വീട് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ വെയ്യാന്ന് പറഞ്ഞാലും ഓല് പറയും എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഉണ്ടാക്കിയാൽ മതി താത്താന്ന് പറയും. അങ്ങനത്തെ ഒരു വീടാണ് എനിക്ക് രാവിലെ ഉള്ളത്. ഇപ്പൊ ഒത്തിരി വയ്യാന്ന് പറഞ്ഞാലും പറയും എന്തെങ്കിലും ഒരു കറിയോ, പിന്നെ താത്താക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയോ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ മതി താത്ത, മെനക്കെടണ്ടാന്ന് പറയും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ. പക്ഷെ ഇന്ന് ഉറങ്ങിയിട്ടില്ല, ഒട്ടും എണീറ്റിട്ടും ഇല്ല, കിടന്നിട്ടും ഇല്ല നേരം പൊടുക്കോളം. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. എല്ലാവരും വെള്ളം കുടിക്കുക. ഇനി വെള്ളത്തിൻ്റെ കുറവാണോന്നല്ല ഡോക്ടറെ അടുത്ത് പോയാലേ അറിയുള്ളൂ. വേദന കുറഞ്ഞാൽ നമ്മൾ പോകൂല. നമ്മളെ അവസ്ഥ അതല്ല, എല്ലാവരുടെ അവസ്ഥ അതന്നെയാണ്. നമുക്ക് അസുഖം വന്നാൽ അവർ ഗുളിക കുടിച്ച് വേദന മാറിയാൽ പിന്നെ നമ്മൾ ആശുപത്രിയിൽ പോകില്ല. ആശുപത്രിയിൽ പോയാൽ എന്തായാലും 10-400 റിയാൽ പൊട്ടും. ഓല് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ്. ഇപ്പൊ നമ്മള് വയറുവേദന എന്ന് പറഞ്ഞാൽ പറയും മൂത്രത്തിൽ പഴുപ്പുണ്ടോ നോക്കണം, വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എല്ലാം ചെയ്ത് എന്തായാലും ഒരു 10-400 റിയാലും അത് അവിടെ പൊട്ടും. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും ഹെൽത്ത് കാർഡെല്ലാം പുതുക്കി വെക്കുക. ഇങ്ങനെയുള്ള അസുഖമാകുമ്പോൾ നമുക്ക് ഹെൽത്ത് കാർഡെല്ലാം ഉണ്ടെങ്കിൽ
ആശുപത്രിയിൽ പോകാം, പക്ഷെ കുഴപ്പമൊന്നുമില്ല എന്നെല്ലാരും പറഞ്ഞു. അവിടുന്ന് പോലെ 100 കൊടുത്താൽ പുതുക്കി തരും എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഷാള് നിൽക്കുന്നില്ല, ഇതൊന്ന് അലക്കിയിടണം. ഇതൊന്നൊക്കെ വപ്പടം പോലെ ഇങ്ങനെ പടപടാ നിൽക്കുന്നുണ്ട്. പുതിയതല്ലേ, അതുകൊണ്ടായിരിക്കും. നാട്ടിൽ നിന്ന് കൊണ്ടുവരിച്ച ഷാളാണ്. ഇതാകുമ്പോ വലിയ ഷാളാ, ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും എനിക്കും വേണ്ടി ദുആ ചെയ്യാം, ഒന്നും ഇല്ലാതിരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ വേദന പോയാൽ പോകൂല, ആശുപത്രിയിൽ വേദന വന്നാൽ പോകും. ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് ഇൻഷാ അല്ലാഹ് നസീമിൽ കാണിക്കണം. അപ്പൊ എല്ലാവരും എനിക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യാം.